ഹായ്, നെഹൂസ് പെറ്റി ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്രോട്ടൻ്റെ കളക്ഷൻസും പിന്നെ വേറെ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സും ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് പ്ലാന്റിൻ്റെ വിലയും ഫോട്ടോസൂടെ ഒന്ന് വാട്സപ്പിൽ ഇട്ട് തരാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വീഡിയോയിൽ എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസും വിലയും ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും എന്നോട് ഫോട്ടോസൊക്കെ ഇട്ട് തരാമോ എന്ന് ചോദിക്കരുത്. കാരണം ഒട്ടും സമയമില്ല, നമുക്ക് പ്ലാന്റിൻ്റെ പാക്കിങ് എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ പ്ലാന്റ് കാണാം. ഇതാണ് ആദ്യത്തെ പ്ലാന്റ്. യുജീനിയയുടെ വൈറ്റ് വേരിയേഷൻ വരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗി കാണാൻ. ഇത് നമ്മുടെ മദർ പ്ലാന്റാണ്. ഇതുപോലെ തളിരലയൊക്കെ റെഡ് കളറിൽ വരും. വൈറ്റും ഗ്രീനൂടെ കൂടിയ വേരിയേഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗി ഉഷിയായിട്ട് നിൽക്കും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും എല്ലാം ഞാൻ കൃത്യമായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്രോട്ടൻ്റെ കളക്ഷൻസാണ്. ഇത് കണ്ടോ, നല്ല റെഡ് കളറിൽ വരുന്ന ഡ്വാർഫ് വെറൈറ്റിയുള്ള ക്രോട്ടനാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ഇലകളൊക്കെ ചെറുതാണ്, നല്ല കളറുമാണ്, നല്ല പുഷിയായിട്ട് നിന്നോളും. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നല്ല പുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഇതുണ്ട്, ഒരെണ്ണത്തിൽ തന്നെ 4ഉം 5 സ്റ്റെമ്മൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബുഷി പ്ലാന്റാണ്. ഇപ്പം തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയ പ്ലാന്റുമാണ്. അടുത്തത് ഇതാണ്, ഗ്രീനും യെല്ലോയുടെ കൂടിയത്. നല്ലൊരു നാരോ ടൈപ്പിലുള്ള ഇലയാണ് ഇതിന് വരുന്നത്. നേരത്തെ ഇതിൻ്റെ റെഡും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പം അത് സെയിലിനില്ല. അപ്പം ഇതാണുള്ളത്. ഇതിൻ്റെ മദർ പ്ലാന്റാണ് ഞാൻ ആദ്യം കാണിച്ചത്. നല്ല രസമാണിത് കാണാൻ. നല്ല മുടിയൊക്കെ ഇങ്ങനെ താഴോട്ട് ഒഴുകി കിടക്കുന്ന പോലെ അങ്ങ് വളർന്ന് ഇങ്ങനെ താഴോട്ട് കിടക്കും. അധികം പൊക്കമൊന്നും വെക്കത്തില്ല. നമ്മൾ നീളം വെക്കുന്നതനുസരിച്ചൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. കൂടെ ബുഷിയായിട്ട് വരും. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ക്രോട്ടനാണ്. ഇതും നല്ല ബുഷി പ്ലാന്റ് തന്നെയാണ്. ഞാൻ ആദ്യം കാണിച്ചപ്പോൾ തന്നെ പ്ലാന്റ് സൈസ് 3ഉം 4ഉം സ്റ്റെമ്മൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സാണ് എല്ലാം. അടുത്തത് ഈ ക്രോട്ടനാണ്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. ഇത് വേറൊരു ടൈപ്പിലുള്ളതാണ്. ഇതുണ്ട്, ഗ്രീനും യെല്ലോയും എല്ലാം കൂടി ഒരു ചുരുണ്ടിരിക്കുന്ന ഒരു ഇലയാണ് ഇതിനുള്ളത്. എല്ലാത്തിൻ്റെ ഇല തീരെ ചെറുതാണ്. ഒരു ഡ്വാർഫ് വെറൈറ്റിയാണ്. അധികം പൊക്കമൊന്നും വെക്കത്തില്ല, ഇങ്ങനെ ഉരുണ്ടിരിക്കും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരെണ്ണമാണ്. പ്രത്യേക ഡിസൈനാണ് അതിൻ്റെ ലീഫിലൊക്കെ ഉള്ളത്. അടുത്ത വെറൈറ്റി ഇതാണ്. അതിൻ്റെ ഇലകൾ കണ്ടില്ല, കുഞ്ഞൻ ഇലകളാണ്. ഇതിനകത്തും റെഡ് കളറുണ്ട്, ഗ്രീനുണ്ട്, യെല്ലോയുണ്ട്, മജന്ത കളർ പോലുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ ഈ കാണിച്ച ക്രോട്ടൻസ് എല്ലാം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇതുണ്ട്, ഇതിൻ്റെ കളർ ഇത് ഞാൻ മുമ്പേ കാണിച്ചതാണ്. അതിൻ്റെ കളർ കണ്ടില്ല, നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് മൊസാണ്ടയാണ്, വൈറ്റ് മൊസാണ്ട. എല്ലാത്തിലും ഉണ്ട്. ഇതുപോലെ ചെറുതിലേ പൂവായതാണ് എല്ലാത്തിലും. നിറയെ ഇതിലൂടെ ഒരു പോട്ട് മാറ്റി കൊടുത്താൽ നിറയെ പൂക്കളുണ്ടാകും. ഇത് മരമുല്ലയുടെ തൈയാണ്. ഇത് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. മരമുല്ല പൂക്കളുണ്ട്, നല്ല മണമാണ് അതിന്. അടുത്തത് ബോൺസായി പോലത്തെ ഈ പ്ലാന്റാണ്. ഇത് ഉയരം വെക്കത്തില്ല, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പച്ച മെത്ത പോലെ ഇങ്ങനെ വളരത്തേ ഉള്ളൂ. നമുക്കതുപോലെ ഇത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കാവുന്ന പ്ലാന്റാണ്. ഇത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാം, നല്ലൊരു പ്ലാന്റാണ്. നഴ്സറീസിലൊന്നും അധികം കിട്ടാത്ത ഒരു പ്ലാന്റാണിത്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ തൈകൾ. അടുത്തത് ഈ ബ്ലൂ കളറിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പം ഈ അടുത്ത കാലത്ത് എല്ലാം മഴയായിരുന്നുകൊണ്ടാണ് ഇതിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയത്. എന്നാലും അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട്. അപ്പം എളുപ്പത്തിൽ പൂച്ചെടികൾക്ക് വേണ്ടവർക്ക് അധികം കെയറൊന്നുമില്ലാതെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണിത്. അടുത്തത് ഇതാണ്, ബ്ലീഡിങ് ഹെർട്ടിൻ്റെ വൈറ്റും റെഡൂടെ വരുന്ന പ്ലാന്റ്. ഇതിലും എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ്. നിറയെ കൊല കുത്തി പൂക്കളുണ്ടാകും. ഇത് ഗന്ധരാജൻ്റെ തൈകളാണ്. നല്ല മണമുള്ള ഡാർക്ക് വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇത് പിച്ചുമുല്ല എന്നും പറഞ്ഞൊരു മുല്ലപ്പൂവാണ്. എപ്പോഴും പൂക്കൾ, സീസണില്ലാതെ നിറയെ കൊല കുത്തി പൂക്കുന്ന ഒരു മുല്ലയാണിത്. ഇതിലെ മുട്ടുകൾ കണ്ടോ, പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്.
ഇതാണ് പൂക്കൾ. എൻ്റെ പ്ലാന്റ് ചെറിയ പ്ലാന്റാണ്, എന്നാലും അതിൽ നിറയെ പൂക്കളുണ്ട്. ഇതാ നിറയെ മുട്ടുമുണ്ട്. അപ്പോൾ എപ്പോഴും മുല്ലപ്പൂക്കൾ വേണ്ടവർക്ക് ഒരു നല്ലൊരു പ്ലാന്റാണിത്. പിച്ചിമുല്ല എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അടുത്ത പ്ലാന്റ് ഇതാണ്. പൂച്ചപ്പഴം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പഴങ്ങൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതൊരു പ്ലാന്റായിട്ട് വളർത്താനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തളിരിലയൊക്കെ കണ്ട ഗോൾഡൻ കളറിൽ ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടാണിത്. അതുപോലെ ഇതിൻ്റെ പഴങ്ങളും നല്ല ടേസ്റ്റാണ്. പൂച്ചപ്പഴം കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അടുത്തത് ഇതാണ്. സ്ട്രോബെറി പേര എന്നാണ് ഇതിൻ്റെ പേര്. സ്ട്രോബെറി പോലത്തെ പേരയ്ക്ക ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ലീഫ് തന്നെ കണ്ടില്ല, ഒരു വെറൈറ്റി ലീഫാണ്. അപ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പേരയ്ക്ക കാണാൻ. പിന്നെയുള്ളതൊരു ബിഗോണിയാണ്. നല്ല റെഡ് കളറിൽ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ബിഗോണിയ പ്ലാന്റാണിത്. ഇതിൻ്റെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെയുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈയാണ്. ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് അതുണ്ട്, വേരിഗേറ്റഡ് ആയിട്ടുള്ള വൈറ്റും അതിന് നല്ലൊരു പർപ്പിൾ കളറോടാണ് അതിൽ വരുന്നത്. എല്ലാത്തിലും 2 ഷൂട്ടൊക്കെ ഉള്ള 2-3 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ഈ റേറ്റിന് തരുന്നതുണ്ട്. ഇതിലൊക്കെ 3 ഷൂട്ടുണ്ട്. മിക്കതിലും പൂക്കളാകാറായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ഇത്രയും ചെറുതിൽ തന്നെ എല്ലാത്തിലും പൂക്കളുണ്ട്. ഡ്വാർഫ് വെറൈറ്റിയും കൂടിയാണ്. അടുത്തത് ഈ പ്ലാന്റാണ്. ബ്ലാക്ക് ലില്ലി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല ഭംഗി ഇതിൻ്റെ ഇലകൾ കാണാനും. ഇതിലൊരു പൂക്കളും ഉണ്ടാകും വൈറ്റ് കളറിൽ. ഇതാണ് ഇതിൻ്റെ തൈകൾ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് തന്നെ നല്ല ഭംഗിയാണ്. ഒരു പർപ്പിൾ കളറിലുള്ള ലീഫാണ് ഇതിനുള്ളത്. പിന്നെ ഇതാണ് ബോസ്റ്റൺ ഫേൺ. നമുക്ക് വെയിലത്തും നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റുന്നൊരു ഫേണാണിത്. നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ടൊരു സ്ഥലം വെക്കണമെങ്കിൽ അവിടെയൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. പെട്ടെന്ന് വളരുകയും ചെയ്യും, സ്പ്രെഡ് ആവുകയും ചെയ്യും. പിന്നെ ചൈനീസ് ക്രോട്ടൻ്റെ തൈകളാണ് ഇത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് ഈ ക്രോട്ടനാണ്. ഒരു റെഡ് കളറും ഒരു ഗ്രീൻ കളറും എല്ലാം കൂടെ വരുന്ന ചുരുള ഇരിക്കുന്ന ഇലകളാണ് ഇതിൻ്റേതും. ഇതും ഡ്വാർഫ് വെറൈറ്റിയിൽ അധികം ഉയരം വെക്കത്തില്ലാത്ത ഒരു ക്രോട്ടനാണ്. ഇതാണ് ഇതിൻ്റെ തൈകൾ. ഇത് ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് കളറില്ലാത്തത്. സൺലൈറ്റിലോട്ട് വെക്കുമ്പോൾ നല്ല കളറാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ. ഇതിലേതിലൊക്കെ പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.